ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കാൻ പോകുന്ന വോട്ടർ പട്ടികയുടെ സമഗ്ര പരിഷ്കരണം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്കും ഒപ്പം ആകുലതകൾക്കും വഴിവെക്കുകയാണ്. BJP സഖ്യത്തിന്റെ വിജയത്തിന് അനുകൂലമായ ഘടകങ്ങൾ സൃഷ്ടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നു എന്ന വിമർശനം ഒരു വശത്ത് ഉയർന്നു വന്നിരിക്കുന്നു. അതിനുമപ്പുറം ഈ പറയുന്ന പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിനടക്കം വഴിയൊരുക്കലാണ് ഈ ഏർപ്പാട് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന ആധിയും വിമർശനവും ഒരു വശത്തുണ്ട്. അതായത് സമഗ്രമായ പരിഷ്കരണം എന്ന് വെച്ചാൽ തീവ്രമായ പരിശോധന നടത്തി എല്ലാ സർട്ടിഫിക്കറ്റുമുള്ള ആളുകളെ മാത്രം വോട്ടർ പട്ടികയിൽ നിലനിർത്തുക എന്നതാണ് പ്രഖ്യാപിച്ചിരിക്കുന്ന നയം. ബീഹാർ പോലെ ഒരു സംസ്ഥാനത്ത് എത്ര ആളുകൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കിക്കൊണ്ട് വോട്ടർ പട്ടികയിൽ നിലനിൽക്കാൻ കഴിയുമെന്ന് ചോദിച്ചാൽ അത് വിരളമായിരിക്കും. ലക്ഷക്കണക്കിന് ഒരുപക്ഷെ കോടിക്കണക്കിന് ആളുകളെ വോട്ടർ പട്ടികയ്ക്ക് പുറത്തേക്ക് തള്ളിക്കളയാൻ കഴിയുന്ന അധിക വ്യവസ്ഥകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചേർത്തിരിക്കുന്നു ഇപ്പോൾ എന്നതാണ് ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു പോരാട്ടമാണ്. അതിന് പല വഴികൾ അവർ സ്വീകരിക്കുന്നത് നാം കാണുന്നു. അതിനൊടുവിലാണ് ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഇടപെടലും. സത്യത്തിൽ സംശയിക്കാവുന്ന നിഗൂഢതകളും ദുരൂഹതകളുമുള്ള ഒരു ഏർപ്പാടാണോ ഈ അതിതീവ്ര പരിശോധന? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ ആദ്യം. സാറിന് എന്താണ് തോന്നുന്നത്? ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ വിമർശിക്കാൻ പാടില്ലാത്ത ഒന്നാണ് എന്ന മട്ടൊക്കെ രാജ്യത്ത് ഇല്ലാതായിട്ടുണ്ട്. കാരണം ആ നിലയ്ക്കുള്ള വലിയ തോതിലുള്ള പാർഷ്യാലിറ്റീസ്, അതിനകത്ത് ബയസ്ഡ് ആയിട്ടുള്ള സമീപനം അതിൻ്റെ ഭാഗത്തുനിന്ന് കുറേ വർഷങ്ങളായി നാം കാണുന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഷെഡ്യൂളുകൾ അല്ലെങ്കിൽ പെരുമാറ്റച്ചട്ടം പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന വിവേചനം തുടങ്ങിയ സംഗതികളെല്ലാം. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ പരിശോധനാ വിവാദം കൂടി കടന്നു വരുന്നത്. BJP ആവട്ടെ പല വഴികൾ തേടുന്നത് കാണുകയും ചെയ്യുന്നു. മൊത്തത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടാൻ കഴിയുന്ന എന്തൊക്കെയോ ഇതിനകത്ത് ഉരുണ്ടുകൂടിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട് നിഷാദ്. ഈ വിഷയത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നു. ഇന്ത്യ മുന്നണി എന്ന നിലയിലും അല്ലാതെയും തന്നെ പ്രതിപക്ഷത്തെ മിക്ക പാർട്ടികളും സ്വന്തം നിലയ്ക്കും ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു രാഷ്ട്രീയമായൊരു വശമാണ്. ഇപ്പോൾ നിഷാദ് തന്നെ പറഞ്ഞ പോലെ BJPക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇനി ഒരു 4 മാസത്തിന് ശേഷം അപ്പുറം നടക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിന് NDA സഖ്യത്തിന് പെട്ടെന്ന് വിജയിച്ച് വരാൻ കഴിയുന്ന വിധത്തിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുകൾ കാട്ടുകയാണോ, ആ നിലയിൽ അതിനെ ഡൗൺ സൈസ് ചെയ്യുകയാണോ എന്നുള്ള നിലയിലുള്ള ചോദ്യങ്ങൾ ഉണ്ട് ഒരു വശത്ത്. അതവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറയും. കാരണം അതിനേക്കാൾ വളരെ ഗുരുതരമായ നിലയിൽ, വളരെ പ്രത്യക്ഷത്തിൽ തന്നെ ഒരു യുക്തിസഹമല്ലാത്ത, ഒട്ടും തന്നെ നമുക്ക് വിവേകത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ദഹിക്കാത്ത ഒരുപാട് ഘടകങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടക്കുന്നത്. പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോൾ ഇതിനെ നമ്മൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നാണ് ഇപ്പോൾ ഇതിന് പേരിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. എന്നാൽ ഈ ജൂൺ മാസത്തിൽ തന്നെ അവസാനിച്ച മറ്റൊരു റിവിഷൻ ഉണ്ടായിരുന്നു. അതിനെ സ്പെഷ്യൽ സമ്മറി റിവിഷൻ എന്നാണ് വിളിച്ചത്. 2025 ജൂണിൽ അവസാനിച്ച 2025 ജനുവരിയിൽ തന്നെ തയ്യാറാക്കിയ വോട്ടേഴ്സ് ലിസ്റ്റ് ചില അഡീഷൻസ് കൂടി പിന്നീടും കൂടി വന്ന ആളുകളെ കൂടി ചേർത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ച വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു പ്രോസസ്സ് നടക്കുകയായിരുന്നു. അത് അവസാനിച്ചത് ഏതാണ്ട് ഈ സമയത്ത് തന്നെയാണ്. അങ്ങനെ ക്ലോസ് ചെയ്ത ഒരു കാര്യമാണ് വീണ്ടും പൊടുന്നനെ ഈ ജൂൺ 24 ഒരു ഉത്തരവിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊളിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അവർ തന്നെ പൂർത്തിയാക്കിയ ഒരു മിഷനെ അവർ തന്നെ സംശയത്തോടെ കാണുന്നു എന്നത് ഒന്ന്. അവർ തന്നെ അത് പൂർണ്ണമല്ല, അല്ലെങ്കിൽ അത് ഇപ്പോഴും അതിനകത്ത് അർഹരല്ലാത്ത വോട്ടർമാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊരു തോന്നലിലേക്ക് അവർ തന്നെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രോസസ്സിനെ അവർ ഇല്ലാതാക്കുന്നു, റദ്ദ് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ജൂൺ 24 ആരംഭിച്ചിട്ട് ജൂലൈ 25 അവസാനിക്കുന്ന രീതിയിലുള്ള ഒറ്റ മാസത്തിൽ ഈ 8 കോടിയോളം വരുന്ന വോട്ടർമാരുടെ മുഴുവൻ ഡീറ്റെയിൽസും എടുത്ത് ആ പ്രോസസ്സ് പൂർത്തീകരിക്കുക. ഈ BLOമാർ വീടുകളിൽ ചെന്ന് കയറി ഫോം വാങ്ങി ഫില്ല് ചെയ്ത് അത് കൊണ്ടുപോയി സൂക്ഷ്മമായി പരിശോധിച്ച് അതിനാവശ്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കി ഇതെല്ലാം കഴിഞ്ഞ് ജൂലൈ 25 ആകുമ്പോഴേക്കും ഇത് പൂർത്തിയാക്കി ഓഗസ്റ്റ് 1 ആദ്യത്തെ പട്ടിക, പിന്നെ സെപ്റ്റംബർ 1 രണ്ടാമത്തെ പട്ടിക എന്ന നിലയിൽ പൂർത്തിയാക്കുക എന്നതാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടത്തേണ്ട ആവശ്യം എന്താണ്? ഈ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുക എന്നതാണ്, 4 മാസം മാത്രം ബാക്കി നിൽക്കുക എന്നതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യം. അതെന്തുകൊണ്ട് ചോദ്യം വരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ 2003 ഏറ്റവും ഒടുവിൽ ഈ പ്രോസസ്സ് നടത്തിയത്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് തന്നെ വിളിച്ചുകൊണ്ടുള്ള ഒരു പ്രോസസ്സ് നടത്തിയത്, ഇതിനെ ശുദ്ധമാക്കുന്നതിനുള്ള പ്രോസസ്സ് നടത്തിയത് 2003. അപ്പോഴത് നടത്തിയത് 2 വർഷം എടുത്തിട്ടാണ്.
അത് നമ്മൾ ആലോചിക്കണം. 2 വർഷം എടുത്തിട്ടാണ്. ഇപ്പോഴാണ് വളരെ പെട്ടെന്ന് ഇത് 1 മാസം എടുത്ത് പൂർത്തിയാക്കാൻ ശ്രമിക്കുന്നത്. ഇതിന് ന്യായീകരണമായിട്ട് പലതും പറയുന്നുണ്ട്. ഈ പറയുന്ന 85,000-ഓളം വരുന്ന BLOമാർക്ക് ഞങ്ങൾ ഓൾറെഡി പരിശീലനം നൽകി കഴിഞ്ഞു, പകുതിയോളം വോട്ടർമാരുടെ വീടുകളിൽ ഈ ഫോം എത്തിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഫോം എത്തിയത് കൊണ്ടോ അവരത് ഫില്ല് ചെയ്തത് കൊണ്ടോ അത് പൂർണ്ണമാവുന്നില്ല. അതിന് അഡീഷണൽ ആയിട്ട് അതിനോടൊപ്പം വെക്കേണ്ട ഡോക്യുമെൻറ്റുകൾ, അതാണ് ഏറ്റവും പ്രധാനം. ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ തന്നെ എല്ലാ ഡോക്യുമെൻറ്റും ഒന്നും വേണ്ട, അവർ 11 ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിലൊന്ന് വേണം എന്ന് തന്നെ വെച്ചാൽ തന്നെ നമ്മൾ ആലോചിക്കണം. ഇത് അങ്ങനെ എളുപ്പത്തിൽ കിട്ടുന്ന ഡോക്യുമെൻ്റ് അല്ല. ഒന്ന് ജനന സർട്ടിഫിക്കറ്റാണ്. 1987 മുതൽ 2004 വരെ ഇടയിലുള്ള കാലഘട്ടത്തിൽ ജനിച്ച 87 മുമ്പുള്ളവർ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കുക. അതും ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പോരാ, പ്ലേസ് ഓഫ് ബർത്തും കൂടി വേണം. സാധാരണ നമുക്കറിയാം ജനന സർട്ടിഫിക്കറ്റിനകത്ത് പ്ലേസ് ഓഫ് ബർത്ത് അങ്ങനെ ചൂണ്ടിക്കാണിക്കില്ല, ഇന്ന സ്ഥലത്ത് അങ്ങനെ മാത്രമേ, ഡേറ്റ് മാത്രമാണ് അതിനകത്ത് പറയുക. ആൻഡ് അതിൽ തന്നെ ഉത്തരവിൽ തന്നെ പറയുന്നത് /or എന്നാണ്. എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അത് മതിയോ ഇത് മതിയോ എന്നുള്ളതിന് ക്ലാരിറ്റി ഇല്ല, മറിച്ച് രണ്ടും വേണോ എന്നതിനും ക്ലാരിറ്റി ഇല്ല. ഇങ്ങനെ ഒരു ഉത്തരവാണ് വന്നത്. അപ്പോൾ 87 മുമ്പ് ജനിച്ചവർ ഇത് ഹാജരാക്കുക. 87 തൊട്ട് ഡിസംബർ 2024 വരെ 2024 വരെ ജനിച്ചവർ ഏതെങ്കിലും ഒരു പാരൻറ്റിൻ്റെ ജനന സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിൻ്റെ ജനന സർട്ടിഫിക്കറ്റും ഹാജരാക്കുക. 24 ഡിസംബർ 2 ശേഷം ജനിച്ചവർ അദ്ദേഹത്തിൻ്റെ സ്വന്തം സർട്ടിഫിക്കറ്റും 2003 കേട്ടോ ഞാൻ ഈ പറയുന്നത്, 2004 2024 2004 ശേഷം ജനിച്ചവർ അതിന് 2 പേരുടെയും, അതായത് മാതാപിതാക്കളുടെ 2 പേരുടെയും ജനന സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിൻ്റെ തന്നെ ജനന സർട്ടിഫിക്കറ്റ് കാര്യം. ഇതെങ്ങനെ സാധിക്കുമെന്ന് ആലോചിച്ച് നോക്കും. ഒന്നാമതായിട്ട് ബീഹാറി ജനത എന്ന് പറയുന്നത് നമുക്കറിയാം, ധാരാളം ഒരു മെജോറിറ്റി ഓഫ് ദം അവർ സ്വന്തം നിലയ്ക്ക് ഒരു ഉദ്യോഗമുള്ള ആളുകളൊന്നുമല്ല. അവർ പലതരത്തിലുള്ള ജോലികൾ ചെയ്ത് പല നാടുകളിൽ ദരിദ്രരാണ്. പല നമുക്ക് തന്നെ അറിയാവുന്ന രീതിയിൽ വലിയ തോതിൽ താഴെ തട്ടിലുള്ള ജാതികളിലും ഉപജാതികളിലും ഒക്കെ പെട്ട് കിടക്കുന്ന മനുഷ്യരാണ്. അവർക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കൊണ്ട് ഹാജരാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്ര കണ്ട് ഒരു ഒരിക്കലും പ്രാക്ടിക്കൽ അല്ലാത്ത ഒരു സംഗതിയാണ്. വിൽ നോട്ട് ബി പോസിബിൾ എന്ന് തന്നെ പറയണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്നൊരു വലിയൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ NRCയുടെ ഒക്കെ കാര്യം പറഞ്ഞു, ഇത്തരം ഡോക്യുമെൻ്റ് ഉണ്ടോ ഇല്ലയോ എന്ന രീതിയിൽ ആളുകളെ കണ്ടെത്തി ഇല്ലാത്ത ആളുകളെ വേർതിരിച്ച് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പുറത്തായ ആളുകളുടെ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് പിന്നീട് പോകുമെന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. സിറ്റിസൺഷിപ്പിന് നമുക്ക് തെളിയിക്കാൻ ഒരൊറ്റ ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലും ഇല്ല. ഒറ്റ ഡോക്യുമെൻ്റ് ഇതാണ്, ഇന്ന് ഈ ഡോക്യുമെൻ്റ് കാണിച്ചാൽ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആണ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഡോക്യുമെൻ്റ് നമ്മുടെ കയ്യിൽ, പാസ്പോർട്ട് പോലും ആയിട്ടില്ല, മുഴുവനായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇതിൽ പലതും ഇല്ലാത്ത ആളുകൾ എന്ന നിലയിൽ ഇവരെ വേർതിരിച്ച് കാണുക, അവരെ പിന്നീട് എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിലേക്ക് പിന്നീട് നീങ്ങുക എന്നൊരു സംശയം വരുന്നുണ്ട്. വളരെ ശരിയാണ്. കാരണം അസമിൽ നടപ്പാക്കിയിട്ട് 19 ലക്ഷം പേരാണ് NRCക്ക് പുറത്തായി നിൽക്കുന്നതെന്ന് നമ്മൾ കാണണം. അപ്പോൾ ആ ഒരു ലക്ഷ്യം ഇതിനുണ്ട് എന്ന് സംശയിക്കുന്നതിൽ ഒരു സംശയവുമില്ല. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഈ പ്രൊട്ടസ്റ്റിനും ഈ വിവാദങ്ങൾക്കും എല്ലാം ശേഷം ഇപ്പോൾ ഇന്നലെ ഒരു പരസ്യം വന്നു ഇലക്ഷൻ കമ്മീഷൻ. എന്താണ് അതിനകത്ത് പറയുന്നത്? പരസ്യത്തിൽ പറയുന്നത് ഈ ജൂൺ 24 ഇറക്കിയ ഉത്തരവ് അതേപടി നിലനിൽക്കും, അതിനൊരു മാറ്റവുമില്ല. എന്നാൽ ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ഈ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേണമെന്നില്ല, പിന്നീട് ഹാജരാക്കിയാൽ മതി എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ജൂൺ 24 ഏറ്റവും പ്രധാനപ്പെട്ട ആ ഉത്തരവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫോം ഫില്ല് ചെയ്യുന്നതല്ല, അതാർക്കും എളുപ്പത്തിൽ ഫില്ല് ചെയ്യാം. ഈ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ് നിർബന്ധമായിട്ടും. അപ്പോൾ ആ ഉത്തരവ് നിലനിൽക്കുന്നു. എന്നാൽ നിങ്ങൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് പിന്നെ ഹാജരാക്കിയാൽ മതി എന്ന് ഇന്നലത്തെ പരസ്യത്തിലും പറയുന്നു. അപ്പോൾ അതൊരു വോട്ടർമാരെ കൂടുതൽ കൺഫ്യൂസ് ചെയ്യുകയാണെന്ന് പറയാം. ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ 11 രേഖകൾ കൊടുത്തതിനകത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഹാജരാക്കാൻ കഴിയുന്ന ഒരാളുടെ ലേബർ സർട്ടിഫിക്കറ്റ്, അല്ലേ, അയാളുടെ തൊഴിൽ സർട്ടിഫിക്കറ്റ്, പിന്നെ അയാൾക്ക് എളുപ്പത്തിൽ ഹാജരാക്കാവുന്ന ഇവരുടെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഏതാണ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്, അല്ലേ, എപ്പിക് കാർഡ് എന്ന് പറയുന്ന അത് ഉൾപ്പെട്ടിട്ടില്ല. സ്വന്തം കാർഡ് ഉൾപ്പെട്ടിട്ടില്ല, ഒന്ന് ആലോചിക്കണം. മൂന്നാമത് ആധാറുമില്ല. ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ആധാറുമില്ല. ആധാറാണല്ലോ ഈ ഗവൺമെൻറ് എല്ലാ കാലത്തും പറഞ്ഞുകൊണ്ടിരുന്ന ആധാറാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഐഡൻറ്റിറ്റി കാർഡ് എന്നൊക്കെ, അതില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുന്നതിന് പുറമെ ഇത് സാങ്കേതികമായും ഈ നമ്മുടെ റെപ്രസെൻറ്റേഷൻ ആക്ടിൻ്റെ നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രാതിനിധ്യ നിയമത്തിൻ്റെ തന്നെ പല
സംഗതികളുടെയും ലംഘനമായിട്ട് വരെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വളരെ സംശയത്തോടെ കാണാൻ കഴിയുള്ളൂ. ഇനിയുള്ള തിരഞ്ഞെടുപ്പുകളിൽ മുഴുവൻ ഇത്തരം സമീപനങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിൽ അടുത്ത വർഷം ബംഗാൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ അതിനെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സംശയത്തോടെ കാണേണ്ടി വരും. യെസ്, ജിംസ്, ഇതൊരു NRC പ്രോജക്റ്റാണോ? എന്താ സംശയം? നമ്മളതിനെ NRC ഇലക്ഷൻ കമ്മീഷൻ വഴി നടപ്പാക്കുന്നത് മാത്രമേ അതിനർത്ഥമുള്ളൂ. അപ്പോൾ ആസാമിൽ നമ്മളൊരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ആസാമിൽ 19-20 ലക്ഷത്തോളം ആളുകൾ NRCക്ക് പുറത്തു പോകാനുള്ള കാരണം അതിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ടായിരുന്നു. ബംഗാളി സ്പീക്കിംഗ് ആളുകളെയാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, ഇപ്പോൾ എൻ്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി ഞാൻ അധികാരികളുടെ അടുത്ത് ചെന്നാൽ ഞാൻ അതിൽ പരാജയപ്പെട്ടാൽ എന്ത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. പരാജയപ്പെട്ടാൽ എന്ത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ പുറത്താണ് അവരെന്ത് ചെയ്യുന്നില്ല, ഇത് തെളിയിക്കാൻ പോലും പോകുന്നില്ല. പിന്നെ അവരുടെ അടുക്കിലേക്ക് അധികാരികൾ വരുമ്പോഴാണ് അവർ പിടിക്കപ്പെടുകയോ ഡീപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യുന്നത്. ഇനി ഭരണകൂടം ആരെയാണ് പൗരന്മാരല്ലാതാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യനുണ്ട്. അല്ലാതാക്കുന്ന ആളുകളെ എന്ത് ചെയ്യുമെന്നൊരു ക്വസ്റ്റ്യനുണ്ട്. അതിൻ്റെ ഫിലോസഫി എന്താണെന്ന് ചോദിച്ചാൽ ബഞ്ച് ഓഫ് തോട്ടിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ഞങ്ങളുടെ കൾച്ചറൽ നാഷണലിസത്തിന് കീഴടങ്ങുക, അല്ലെങ്കിൽ വിധേയപ്പെട്ട് ജീവിക്കുക, അല്ലെങ്കിൽ പൗരാവകാശങ്ങളില്ലാത്തവരായി അർത്ഥപൗരന്മാരായി ഈ നാട്ടിൽ കഴിയുക എന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ ദയാവായ്പ സ്വീകരിച്ച് പോവുക. അപ്പോൾ ഇത്ര ആൾ ഡീപ്പോർട്ട് ചെയ്യാനൊന്നും ഏതായാലും ഇന്ത്യൻ ഭരണകൂടത്തിന് കഴിയില്ല. അവർ പൗരാവകാശങ്ങൾ എടുത്തു കളയാൻ ഉദ്ദേശിക്കുന്ന അത്രയും മനുഷ്യരെ ഡീപ്പോർട്ട് ചെയ്യാൻ, എങ്ങോട്ട് ഡീപ്പോർട്ട് ചെയ്യാനാണ്, എങ്ങോട്ടും കളയാമല്ലോ. തുറുങ്കിലടയ്ക്കാൻ അത്രയും ജയിലുകൾ ഉണ്ടാക്കാനും കഴിയില്ല. അപ്പോൾ ഭരണകൂടം ഉദ്ദേശിക്കുന്നത്, ഭരണകൂടം മീൻസ് സംഘപരിവാർ ഉദ്ദേശിക്കുന്നത് വോട്ടവകാശം എടുത്തു കളയുക എന്നുള്ളതാണ്. അതിപ്പോൾ അസമിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബീഹാറിൽ ഇത് കാണുന്നു. ബീഹാറിലെ പ്രശ്നം, ഇപ്പോൾ അസമിലെ പ്രശ്നം എന്ന് വെച്ചാൽ അസമിൽ ബംഗാളി സ്പീക്കിംഗ് ആളുകൾ മൊത്തം ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണ്. അവരെ പൗരത്വം എടുത്തു കളയുന്നതാണെങ്കിൽ ബീഹാറിൽ അങ്ങനെയല്ല. ബീഹാർ എന്ന് പറയുന്നൊരു നേപ്പാളുമായി മാത്രം അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ നേപ്പാൾ വഴി ആരെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടോ? അറിയില്ല. ഓക്കെ, ഇനി ആ നുഴഞ്ഞേറ്റം തടയേണ്ടതാണെന്നുള്ളത് വേറെ ക്വസ്റ്റ്യൻ. ഈ ബീഹാറിനെ സംബന്ധിച്ച്, ബീഹാർ ഇന്ത്യയിലെ ബിമാരു രാജ്യങ്ങളിലെ ഏറ്റവും രോഗിയായ സംസ്ഥാനമാണ്. രോഗി എന്ന് വെച്ചാൽ ബഹുഭൂരിഭാഗം മനുഷ്യരും പട്ടിണി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. അപ്പോൾ അവരോട് ഹാജരാക്കാൻ ആവശ്യപ്പെടുന്ന രേഖകൾ നോക്കുക. ബർത്ത് സർട്ടിഫിക്കറ്റ് 50% ആളുകൾക്ക് മാത്രമേ അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളൂ. മൊത്തം ജനസംഖ്യയിൽ 50% പേർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉള്ളൂ. രണ്ടാമത് പാസ്പോർട്ട് 1%, 1.2% ആൾക്കാർക്കാണ് അവിടെ പാസ്പോർട്ട് ഉള്ളത്. വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ആൾക്കാണ് പാസ്പോർട്ട് ഉള്ളത്. പിന്നെ പറയുന്നൊരു ഡോക്യുമെൻ്റ് 87 മുമ്പ് ബീഹാർ സർക്കാർ ഇഷ്യൂ ചെയ്ത ഒരു കാർഡുണ്ട്. ആ കാർഡിൻ്റെ ഒരു ഡാറ്റാ ബാങ്കും ഇപ്പോൾ സർക്കാരിൻ്റെ കയ്യിലില്ല. മറ്റൊന്ന്, ഈ പെൻഷൻ വാങ്ങുന്നതിൻ്റെ മുമ്പ് മേടിച്ച സാലറി സ്ലിപ്പിൻ്റെ ഐഡൻറ്റിറ്റി കാർഡുണ്ട്. അത് വളരെ എത്ര പേരുണ്ടാവും സർക്കാർ സർവീസിലുണ്ടായിരുന്ന ആളുകൾ? സർക്കാർ സർവീസിലുണ്ടായിരുന്നവർ ഇപ്പോൾ സർക്കാർ എത്ര % ഉണ്ടാവും? അപ്പോൾ സ്കൂളിലോ ഏതെങ്കിലും അംഗീകൃത സർക്കാർ എക്സാം ബോർഡുകളിലോ എൻറോൾ ചെയ്തവർ ജനസംഖ്യയുടെ നിസ്സാരമാണ്. 40% പേർക്ക് പോലും ആ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ SSLC ബുക്കോ അല്ലെങ്കിൽ +2 വേറെ എന്തെങ്കിലും ഇല്ല. അത്രയും ദരിദ്രമായൊരു സംസ്ഥാനത്തെ ജനങ്ങളോടാണ് ഈ ഡോക്യുമെൻറ്റേഷൻ ബർഡൻ അവരുടെ തലയിൽ അടിച്ചു കൊടുക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മളതിനെ പൊതിഞ്ഞ് പറയുകയോ നന്നാക്കി പറയുകയൊന്നും വേണ്ട. ഇത് പൗരത്വം എടുത്തു കളയാനുള്ള നടപടിയാണ്. പൗരത്വം എടുത്തു കളയാൻ നാളെ വല്ലതും കൂടെ താമസിക്കേണ്ട, എല്ലാവരും പുറത്താക്കുന്നുള്ളതല്ല, വോട്ട് ചെയ്യേണ്ട, ഞങ്ങൾ പറയുന്നവരെ വോട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പക്ഷേ ഭരണഘടന അങ്ങനെയല്ല പറയുന്നത്. ഭരണഘടന ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പ്രായപൂർത്തി വോട്ടവകാശം നമ്മുടെ മൗലിക അവകാശമാണ്. ഭരണഘടന നമുക്ക് നൽകിയ അവകാശമാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡോക്യുമെൻ്റ് ഇല്ല, എനിക്കത് തെളിയിക്കാൻ കഴിയില്ല, എനിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ഭരണഘടന എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ അവകാശം സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ പറയുകയാണ് നീ ഡോക്യുമെൻ്റ് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭരണകൂടമല്ല. അതായത് എൻ്റെ വോട്ടവകാശം നിർണ്ണയിക്കാനുള്ള ഡോക്യുമെൻറ്റേഷൻ ചെയ്യേണ്ടത് ആരാണ്? ഭരണകൂടമാണ്. ഇനി ഈ ഭരണകൂടം നടത്തിയ ഡോക്യുമെൻറ്റേഷൻ്റെ അവസ്ഥ എന്താണ്? സാറോട് പറഞ്ഞു, നിലവിൽ പൗരത്വം തെളിയിക്കാൻ ഒരു രേഖയും സ്വീകാര്യമല്ല. പാസ്പോർട്ട് പോലും പൗരത്വ രേഖയല്ല എന്ന് NRC കാലത്ത് അവർ വ്യക്തമാക്കിയതാണ്. പാസ്പോർട്ട് പോലും എനിക്ക് പാസ്പോർട്ട് ഉണ്ട്, ഞാൻ പാസ്പോർട്ട് കാണിച്ചാൽ അത് എൻ്റെ പൗരത്വ രേഖയല്ല, എനിക്ക് ഇവിടുന്ന് ട്രാവൽ ചെയ്യാനുള്ള രേഖ മാത്രമാണ്, അത് പൗരത്വ രേഖയല്ല എന്ന് സർക്കാർ ഈ CAA കൃത്യമായി എഴുതി ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഏത് രേഖയാണ് പൗരത്വത്തിന്? ആധാർ സ്വീകാര്യമല്ല. അപ്പോൾ ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്ന പദ്ധതി, ഒരു പൗരനെ ഭരണകൂടം ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ബാധ്യതയാണ്. ആ പണി നേരെ ചൊവ്വേ അവർ ചെയ്തിട്ടില്ല. നിയമം നിർമ്മിച്ച് പാസ്പോർട്ട് പൗരത്വ രേഖയെല്ലാം ആക്കിയിരിക്കുന്നു. ആധാർ എന്ന് പറഞ്ഞാൽ വിലാസം തിരിച്ചറിയാൻ വേണ്ടി മാത്രമുള്ളൊരു രേഖയാക്കി ഇരിക്കുന്നു. അതുകൊണ്ടൊരു വിലയില്ല. വ്യാജ ആധാർ കാർഡുകൾ സുലഭമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള രേഖയും സ്വീകാര്യമല്ലാതാവുകയും എന്നിട്ട് ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം വന്നിട്ട് നിങ്ങൾ രേഖ കൊണ്ട് തെളിയിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്, വോട്ടർമാരോട്.
ഇത് കോടതിയിൽ ഇത് വാദിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ഇത് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ നോട്ടിഫിക്കേഷൻ റദ്ദാക്കാനാണ് സാധ്യത. കാരണം അത് ഭരണഘടനാ വിരുദ്ധമായ ഒന്നാണ്. ഒരു സ്റ്റിപ്പുലേറ്റഡ് ടൈം കൊടുത്തിട്ട് ഭരണകൂടം ചെയ്യേണ്ട പണി പൗരന്മാരോട് ചെയ്യാൻ പറയുകയാണ്. നിങ്ങളുടെ ഭരണഘടന നൽകിയ വോട്ടവകാശം തെളിയിക്കാൻ നിങ്ങൾ രേഖയുണ്ടായി കൊണ്ടുപോവുക, ഞങ്ങൾ നോക്കാം എന്നാണ് പറയുന്നത്. അത് തികച്ചും ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. അത് കോടതി അത് നേരെ ചൊവ്വേ റിവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് റദ്ദാക്കപ്പെടാനാണ് സാധ്യത. പക്ഷേ ഇത് ബീഹാറിലും അവസാനിക്കുന്ന ഒന്നല്ല. ഇത് ഏറ്റവും മാരകമായ ആഘാതമേൽപ്പിക്കുന്നത് ബംഗാളിലാണ്. കാരണം ബംഗാൾ മുമ്പേ തന്നെ RSSൻ്റെയും BJPയുടെയും ഒരു ടാർഗറ്റ് സ്റ്റേറ്റാണ്. അവിടെയുള്ള ബഹുഭൂരിഭാഗം ആളുകളും ഇന്ത്യക്കാരല്ല എന്നാണ് സംഘപരിവാർ വാദിക്കുന്നത്, RSSകാർ വാദിക്കുന്നത് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറിയവരാണെന്നാണ്. അത് ബീഹാറിലെ റൂറൽ ഏരിയകളിൽ ഉള്ളതുപോലെ തന്നെ ബംഗാളിലെയും റൂറൽ ഏരിയകളിൽ ഒരുപാട് പേരുടെ വോട്ടവകാശം എടുത്തു കളയുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്താണോ സംഘപരിവാർ ആഗ്രഹിക്കുന്നത്, എന്താണോ ഗുരുജി ഗോൾവാർക്കർ അന്ന് എഴുതി വെച്ചത്, അതിനെ വളരെ എന്താണ് പറയുക, കുശാഗ്ര ബുദ്ധിയോടെ നടപ്പാക്കുകയാണ്. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു വശത്ത് മറയാക്കുന്നു, മറുവശത്ത് നേരത്തെ NRC തന്നെ മറയാക്കുന്നു. ഇനി മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് ചെയ്യുന്നു. മഹാരാഷ്ട്രയിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല, മഹാരാഷ്ട്രയിലും UPയിലും ഇതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. കുറേ അധികം ആൾക്ക് വോട്ടില്ല. ഇപ്പോൾ ഈ വോട്ടില്ലാണ്ടാകുമ്പോൾ വേറെ പ്രശ്നം പറയാം. ഇപ്പോൾ എനിക്കിപ്പോൾ വോട്ടില്ല എന്ന് കരുതുക, എനിക്കിവിടെ ജീവിക്കാമല്ലോ, എനിക്ക് ജോലി ചെയ്യാമല്ലോ, എനിക്ക് റേഷൻ കിട്ടുമല്ലോ, എനിക്ക് ആധാർ കാണിച്ച് എൻ്റെ വിലാസം തെളിയിക്കാമല്ലോ, എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, പാസ്പോർട്ട് ഉണ്ടല്ലോ, എനിക്ക് വേറെ നാട്ടിൽ പോകാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എന്തിനി വോട്ടിന് വേണ്ടി ശ്രമിച്ച് എൻ്റെ പൗരത്വം നിഷേധിക്കപ്പെടണം ആളുകൾ ചിന്തിക്കും. അതാണ് അതിൻ്റെ മറ്റൊരു വശം. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് ജോലി ചെയ്യാം, എനിക്ക് ആധാർ കാർഡുണ്ട്, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് എനിക്ക് ചുമ്മാ പറയാം, എല്ലാം ചെയ്യാം, ജീവിക്കാം. ഇനി ഞാൻ എൻ്റെ പൗരത്വം തെളിയിക്കാൻ വേണ്ടി അധികാരികളുടെ അടുത്ത് പോയി പൗരത്വം ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നെ ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ വോട്ടില്ലാതെ ഇവിടെ ജീവിക്കുക എന്ന ആളുകളുടെ മെൻറ്റാലിറ്റിയിലേക്ക് വരും. അതാണ് ഇതിൻ്റെ മറ്റൊരു അപകടം. അപ്പോൾ യഥാർത്ഥത്തിൽ വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നതാണ് പൗരത്വ നിഷേധം എന്ന ഒരു തീർപ്പിലേക്ക് ജനങ്ങളെത്തണം. ആ അർത്ഥത്തിലൊരു ക്യാമ്പയിൻ രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങണം. ഇത് കേവലം ഒരു കോടതി വ്യവഹാരം കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിലെ വോട്ടർ പട്ടിക ക്രമീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന പ്രതിഷേധത്തിൽ തീരേണ്ട ഒരു കാര്യമല്ല. ഇതൊരു ഗ്രാൻഡ് പ്രൊജക്റ്റാണ്. ആ ഗ്രാൻഡ് പ്രൊജക്റ്റ് ഇതാണെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തണം. നമ്മൾ CA കാലത്ത് ചാനൽ ചർച്ചകളിൽ കണ്ടല്ലോ, ഇത് പൗരത്വം കൊടുക്കാനുള്ള നിയമമല്ലേ, എടുത്തു കളയാനുള്ള നിയമമല്ലല്ലോ എന്നായിരുന്നു വാദം. അതങ്ങനെയല്ല. അതായത് ഈ വാതിലിലൂടെ അകത്തേക്ക് കയറി വരുന്നവർ നാമമാത്രമാണെന്നും പുറത്തു പോകുന്ന ആളുടെ എണ്ണമാണ് കൂടുതലെന്നും ആളുകളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വരണം. യെസ്. ബീഹാർ പോലെ ഒരു ദരിദ്ര പിന്നോക്ക സംസ്ഥാനത്തെ ജനങ്ങളുടെ മുമ്പിലേക്ക് വളരെ സങ്കീർണമായ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് എടുത്തു വെക്കുകയാണ് സർക്കാർ. ഒരർത്ഥത്തിൽ സർക്കാർ തന്നെ കൊടുക്കേണ്ട രേഖകൾ സർക്കാർ കൊടുക്കാതിരിക്കുകയും അതേ രേഖകൾ ഹാജരാക്കി നിങ്ങളുടെ പൗരത്വവും വോട്ടവകാശവും തെളിയിക്കുന്ന സർക്കാർ അങ്ങോട്ട് പറയുന്ന അങ്ങേയറ്റം നീതിവിരുദ്ധമായൊരു സംഗതി കാണുന്നു. ഇതിന് പിന്നിലുള്ളത് പലതരത്തിലുള്ള അജണ്ടകളാണെന്ന് സ്വാഭാവികമായി സംശയിക്കാം. ഒന്ന് ബീഹാറിലെ തെരഞ്ഞെടുപ്പും അതിലെ ഭരണകൂട താല്പര്യവുമാണ്. അതിനപ്പുറം പോയാൽ പൗരത്വ നിഷേധം, വോട്ടവകാശ നിഷേധം പോലെയുള്ള വലിയ പദ്ധതികളുമുണ്ട് എന്ന് സംശയിക്കണം. അതുകൊണ്ട് ചെറിയ പ്രതിരോധങ്ങൾ ഇതിന് പോരാതെ വരും.